തെറ്റുകൾ സ്വാഭാവികമാണ്. ക്ഷമ ദൈവീകതയാണ്. നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അതിൽ നിന്ന് മനസ്സ് തുറന്നും സത്യസന്ധവുമായും മാപ്പ് പറയാൻ കഴിവുള്ളവരാണ് വിജയികൾ. മാപ്പ് പറയുക ഒരു കരുത്തിൻ്റെ അടയാളമാണ്. നിങ്ങൾ ചെയ്തതിൽ നിന്നുള്ള പാഠങ്ങൾ ഗ്രഹിക്കുകയും അതിലൂടെ വളരുകയും ചെയ്യുക. നമ്മുടെ പിഴവുകൾ അംഗീകരിക്കുകയും അവ തിരുത്താൻ ശ്രമിക്കുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വളർച്ച ഉടലെടുക്കുന്നത്. ഒരു ആളോട് നമ്മൾ ക്ഷമ പറയുമ്പോൾ അതിന് ചുരുങ്ങിയത് 3 തലങ്ങൾ ഉണ്ടാകും. നമ്മൾ എപ്പോഴും പറയുന്നത് ഈ 2 വാക്യങ്ങളാണ്: ഐ എം സോറി അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുകയാണ് പതിവ്. പക്ഷേ ഈ 2 കാര്യങ്ങളല്ലാതെ മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. നിങ്ങൾ വെറുതെ ഒരു സോറിയും ക്ഷമയും എല്ലാം പറഞ്ഞു മാത്രം നടക്കാതെ നിങ്ങൾക്ക് തെറ്റുപറ്റിയ കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനും അത് കറക്റ്റ് ചെയ്യാനും എന്തൊക്കെ മുന്നോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ കാര്യം നമ്മളിൽ പലരും വിട്ടുപോവുകയാണ് പതിവ്. അതുകൊണ്ട് മൂന്നാമത് പറഞ്ഞ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് പിന്നെ ആരോടും സോറി പറയേണ്ട ആവശ്യം വരികയേയില്ല. സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്.